ഏവർക്കും അൾട്ടിമേറ്റ് PSC ഗൈഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ പർവ്വതങ്ങളെക്കുറിച്ചാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കു പടിഞ്ഞാറൻ അതിരിൽ അറബിക്കടലിന് അഭിമുഖമായി ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. കേരളത്തിൻ്റെ കിഴക്കൻ അതിരായി സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ടത്തിലാണ് സംസ്ഥാനത്തെ പ്രധാന കൊടുമുടികളും പർവ്വതങ്ങളും കാണപ്പെടുന്നത്. ഗുജറാത്തിലെ താപ്തി നദി മുതൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ മുനമ്പായ കന്യാകുമാരി വരെ നീളുന്നതാണ് ഈ പർവ്വതനിര. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നിങ്ങനെ 6 സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നുപോകുന്നത്. ലോകത്തിലെ 8 ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് പശ്ചിമഘട്ടം. ഇന്ത്യയിലെ ജൈവ വൈവിധ്യത്തിൻ്റെ സിംഹഭാഗവും പശ്ചിമഘട്ടം ഉൾക്കൊള്ളുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ജലസമൃദ്ധി പ്രദാനം ചെയ്യുന്നതിൽ പശ്ചിമഘട്ടം കാര്യമായ പങ്കാണ് വഹിക്കുന്നത്. കൃഷ്ണ, ഗോദാവരി, കാവേരി തുടങ്ങിയ കിഴക്കോട്ട് ഒഴുകുന്ന വൻ നദികളും കേരളത്തിലെ 44 നദികളും, ഈ 44 നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളും ഉൾപ്പെടെയാണ് പശ്ചിമഘട്ടത്തിൻ്റെ സംഭാവനയാണ്. ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മഴക്കാടുകളിൽ ഒന്നായ സൈലന്റ് വാലി, ഇരവിക്കുളം ദേശീയോദ്യാനം, പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം എന്നിവ പശ്ചിമഘട്ടത്തിലാണ് നിലകൊള്ളുന്നത്. 2012 ജൂലൈ 1 പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ആനമുടിയെക്കുറിച്ചാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി. 8841 അടിയാണ് ഇതിൻ്റെ ഉയരം, അതായത് ഏകദേശം 2695 മീറ്റർ വരും. ഇടുക്കി, എറണാകുളം ജില്ലകളിലായാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ആനമുടിയാണ്. ഇരവിക്കുളം ദേശീയോദ്യാനം ആനമുടിക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആനമുടിയുടെ വടക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പളനിമല. ആനമല, ഏലമല, പളനിമല എന്നീ മലനിരകൾ ആനമുടിയിൽ സംഗമിക്കുന്നു. ആനമലയുടെ വടക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രമാണ് നീലഗിരി. തെക്കേ ഇന്ത്യയുടെ എവറസ്റ്റ് എന്നും ആനമുടിയെ വിശേഷിപ്പിക്കുന്നു. മദ്രാസ് ആർമിയിലെ ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ ആണ് ആനമുടിയുടെ ഉയരം ആദ്യമായി കണക്കാക്കിയത്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി ആനമുടിയുടെ പ്രത്യേകതയാണ്. മീശപ്പുലിമല, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി. ഇത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിൽ സ്ഥിതി ചെയ്യുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 8660 അടിയാണ് ഇതിൻ്റെ ഉയരം, ഏകദേശം 2640 മീറ്റർ. കേരള തമിഴ്നാട് അതിർത്തിയിലെ സൂര്യനെല്ലി ഗ്രാമത്തിനടുത്താണ് മീശപ്പുലിമലയുടെ സ്ഥാനം. 500 ഹെക്ടറോളം വ്യാപിച്ചു കിടക്കുന്ന പുൽമേടുകളാണ് മീശപ്പുലിമലയുടെ പ്രധാന ആകർഷണം. അഗസ്ത്യകൂടം, തിരുവനന്തപുരം ജില്ലയിലാണ് അഗസ്ത്യകൂടം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 6129 അടി, അതായത് 1868 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ് ഈ പർവ്വതം. നെയ്യാർ, പേപ്പാറ, ചെന്തുരുണി തുടങ്ങിയ വന്യജീവി സങ്കേതങ്ങളും തമിഴ്നാട്ടിലെ കലക്കാട്, മുണ്ടൻതുറൈ കടുവാ സംരക്ഷണ കേന്ദ്രവും ഇതിൽപ്പെടുന്നു. 2000-ൽ പരം ഔഷധ സസ്യങ്ങളുടെ കലവറയാണ് അഗസ്ത്യാർകൂടം. ഇവിടെ നിന്ന് ലഭിക്കുന്ന ആരോഗ്യ പച്ച, അതായത് ടൈക്കോപ്പസ് സെയ്ലാനിക്കസ് ട്രാവൻകോറിയസ് എന്ന ഔഷധ സസ്യം വളരെ പ്രശസ്തമാണ്. കല്ലടയാർ, കരമനയാർ, നെയ്യാർ, അച്ചൻകോവിലാർ, തമിഴ്നാട്ടിലെ താമ്രഭരണി, രാമനദി, മണിമുത്താർ നദി എന്നീ നദികൾ ഉത്ഭവിക്കുന്നതും അഗസ്ത്യാർകൂടത്തിൽ നിന്നാണ്. വ്യത്യസ്ത ഇനം ജന്തുജാലങ്ങളും കാട്ടാന, കാട്ടുപോത്ത്, കരടി, കാട്ടുപന്നി, പുലി, കാട്ടുനായ തുടങ്ങിയ മൃഗങ്ങളും അഗസ്ത്യാർകൂടത്തിൻ്റെ പ്രത്യേകതയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക്. 2016-ൽ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിനെ യുനെസ്കോയുടെ സംരക്ഷിത ജൈവമണ്ഡല പട്ടികയിൽ ഉൾപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിലാണ് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത്. ചെമ്പ്ര കൊടുമുടി, വയനാട് ജില്ലയിൽ മേപ്പാടി പട്ടണത്തിലാണ് ചെമ്പ്ര കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. വയനാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകൾ, കോഴിക്കോട്ടെ വെള്ളരിമല എന്നിവയോട് ചേർന്നാണ് ചെമ്പ്ര കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 6890 അടിയാണ് ഇതിൻ്റെ ഉയരം, അതായത് ഏകദേശം 2100 മീറ്റർ. പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടികളിൽ ഒന്നാണ് ചെമ്പ്ര.
വയനാട്ടിലെ ഏതു സ്ഥലത്തു നിന്നും ഈ കൊടുമുടി കാണാൻ കഴിയും. ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു തടാകം ചെമ്പ്ര കൊടുമുടിയുടെ പ്രധാന ആകർഷണമാണ്. ഇത് ഹൃദയ സരസ് എന്നറിയപ്പെടുന്നു. പശ്ചിമഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ തമ്പടിച്ച ഏക പർവ്വതമാണ് ചെമ്പ്ര കൊടുമുടി. ബാണാസുര മല. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ ബാണാസുര മല സമുദ്രനിരപ്പിൽ നിന്ന് 6801 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതായത് ഏകദേശം 2073 മീറ്റർ. വയനാട്ടിൽ ചെമ്പ്ര കഴിഞ്ഞ രണ്ടാമത്തെ വലിയ പർവ്വതമാണ് ബാണാസുര മല. ഒട്ടേറെ കുന്നുകളും ഇടതിങ്ങിയ കൊടും വനവും അരുവികളും നിറഞ്ഞതാണ് ബാണാസുര മല. കാറ്റുകുന്ന്, സായിപ്പ് കുന്ന് എന്നിവ ഇവിടുത്തെ പ്രധാന കുന്നിൻ പ്രദേശങ്ങളാണ്. ബാണാസുര മലയുടെ താഴ്വാരത്ത് നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് ബാണാസുര സാഗർ ഡാം. മണ്ണുകൊണ്ട് നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലുതും ഏഷ്യയിലെ തന്നെ രണ്ടാമത്തേതുമായ അണക്കെട്ടാണ് ബാണാസുര സാഗർ ഡാം. മണിക്കുന്ന്, ചെമ്പ്ര കൊടുമുടി, തരിയോട്ട് മല, സുഗന്ധഗിരി മല, ബ്രഹ്മഗിരി തുടങ്ങിയ മലകൾ നിരന്നു നിൽക്കുന്നതിനാൽ ബാണാസുര മലയെ ബാണാസുര കോട്ട എന്നാണ് വിളിക്കുന്നത്. ബാണാസുര മലയുടെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് തരിയോട്. അമ്പുകുത്തി മല. അമ്പുകുത്തി മല വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രസിദ്ധമായ എടക്കൽ ഗുഹകൾ കാണപ്പെടുന്നത് അമ്പുകുത്തി മലയിലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1000 മീറ്റർ ഉയരത്തിലാണ് അമ്പുകുത്തി മല. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 12 കിലോമീറ്റർ അകലെ അമ്പലവയലിനടുത്താണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. അമ്പുകുത്തി മലനിരകളിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 1200 അടി മുകളിലാണ് ഇവ കാണപ്പെടുന്നത്. 2 കൂറ്റൻ പാറകൾക്കു മുകളിൽ മറ്റൊരു പാറ നിരങ്ങി വീണു രൂപപ്പെട്ടതാണ് ഇത്. 1894 മലബാറിലെ പോലീസ് ഓഫീസറായിരുന്ന ഫ്രെഡ് ഫോസെറ്റ് ആണ് ഈ ഗുഹ കണ്ടെത്തിയത്. നവീന ശിലായുഗത്തിലേതെന്ന് കരുതപ്പെടുന്ന അപൂർവമായ ലിഖിതങ്ങളാണ് ഗുഹയിലുള്ളത്. കോറി വരയ്ക്കപ്പെട്ട ചിത്രങ്ങളുടെ ഗണത്തിലാണ് എടക്കലിലെ ചിത്രങ്ങൾ. ആൾരൂപങ്ങൾ, മൃഗങ്ങൾ, ചക്രവണ്ടികൾ, അക്ഷരങ്ങൾ, അക്കങ്ങൾ എന്നിവ ഇതിൽപ്പെടുന്നു. ബ്രഹ്മഗിരി മലനിരകൾ. വയനാട് ജില്ലയിലും കർണാടകത്തിലെ കുടക് ജില്ലയിലുമായി വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരയാണ് ബ്രഹ്മഗിരി. സമുദ്രനിരപ്പിൽ നിന്ന് 1608 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപൂർവ ഇനം വന്യജീവികളുടെയും പക്ഷികളുടെയും ഉരഗങ്ങളുടെയും സ്വാഭാവിക ആവാസ കേന്ദ്രമാണ് ബ്രഹ്മഗിരി മലനിരകൾ. കാട്ടാനകൾ, കാട്ടുപോത്ത്, പുള്ളിപ്പുലികൾ, കാട്ടുപൂച്ചകൾ, ചെന്നായകൾ, സിംഹവാലൻ മക്കാക്ക്, കാട്ടുപന്നി എന്നിവയെയും വനത്തിൽ കാണാം. പ്രസിദ്ധമായ വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രം, പക്ഷി നിരീക്ഷണ കേന്ദ്രമായ പക്ഷിപാതാളം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മഗിരി മലനിരകളിലാണ്. ബ്രഹ്മഗിരി മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വെള്ളച്ചാട്ടമാണ് ഇരുപ്പ് വെള്ളച്ചാട്ടം. പൈതൽ മല. കണ്ണൂർ ജില്ലയിൽ കേരള-കർണാടക അതിർത്തിയിലാണ് പൈതൽ മല സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂരിൻ്റെ കുടക് എന്നും കണ്ണൂരിലെ മൂന്നാർ എന്നും ഈ പർവ്വതനിരയ്ക്ക് വിളിപ്പേരുണ്ട്. കണ്ണൂർ ജില്ലയിലെ ഏക ഹിൽ സ്റ്റേഷനാണ് ഇവിടം. 4500 അടിയാണ് പൈതൽ മലയുടെ ഉയരം, ഏകദേശം 1372 മീറ്റർ. ആദിവാസി രാജാവായിരുന്ന വൈതൽ കൂവൻ പൈതൽ മല ഭരിച്ചതിനാൽ വൈതൽ മല എന്നുകൂടി പേര് ലഭിച്ചു. വൈതൽക്കുണ്ട്, ഏഴരക്കുണ്ട് എന്നീ വെള്ളച്ചാട്ടങ്ങൾ പൈതൽ മലയിലെ പ്രധാന ആകർഷണങ്ങളാണ്. നിരവധി പക്ഷികൾ, നൂറുകണക്കിന് ശലഭങ്ങൾ, അപൂർവ സസ്യങ്ങൾ, വിവിധ ഇനം മരങ്ങൾ എന്നിവ പൈതൽ മലയിൽ കാണപ്പെടുന്നു. ഈ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലുള്ള ഒത്തിരി വീഡിയോസും ഷോർട്സും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഉപകാരപ്രദമായിരിക്കും. സപ്പോർട്ട് ചെയ്യുക.